ഈ ടൂർണമെന്റിൽ ഈ സീസണിൽ ഒരു ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഫൈനലിലെ സൂപ്പർ താരം നമ്മുടെ ഒരു മലയാളി താരം നമ്മൾക്ക് നെഞ്ചെടുപ്പ് നൽകിയ താരമാണെങ്കിൽ പോലും അദ്ദേഹം നമ്മളൊപ്പം ഉണ്ട്. ഞാൻ ഈ ഇടപെട്ടോട്ടെ ജസ്റ്റ് ഒന്ന് കരുൺ, താങ്ക് യു സോ മച്ച്. കരുൺ നായർ ഈ മത്സരത്തിൽ ഗംഭീരമായിട്ടുള്ള സെഞ്ചുറി, അർദ്ധ സെഞ്ചുറി, വാട്ട് എ പെർഫോമൻസ് മാൻ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഈ വിദർഭയിലെ ഈ സ്റ്റേഡിയത്തിൽ ഈ ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ ഈ മത്സരം കേരളത്തിനെതിരെ കളിക്കേണ്ടി വരുന്നു എന്നറിഞ്ഞപ്പോൾ എന്താണ് ആദ്യം തോന്നിയത്? ഫൈനൽ കളിക്കേണ്ടി വരുന്നത് കേരളത്തിനെതിരെ ആദ്യം തോന്നിയത് ദാറ്റ് ഫൈനൽ കളിക്കാൻ ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. ആൻഡ് ഞാൻ കേരളത്തിന് വേണ്ടി ഹാപ്പി ആയിരുന്നു ദാറ്റ് അവർ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ വന്നു, ഇത്ര നല്ലതായിട്ട് കളിച്ച് ഫൈനലിൽ വന്നു. സോ റിയലി ഹാപ്പി ആയിരുന്നു കേരളത്തിന് അഗേൻസ്റ്റ് കളിക്കാൻ കിട്ടുന്ന ചാൻസ്. സോ ആൻഡ് എനിക്കറിയാവുന്ന നല്ല മാച്ച് ആയിരിക്കുമെന്ന്, ബിക്കോസ് ഫൈനലിൽ എത്തണമെങ്കിൽ നല്ല ക്രിക്കറ്റ് കളിച്ചാലേ ഫൈനലിൽ എത്താൻ ഒക്കത്തുള്ളൂ. സോ ഐ വാസ് എക്സ്പെക്ടിങ് ദാറ്റ് ടു ഹാവ് എ ഗുഡ് മാച്ച് ആൻഡ് റിയലി ഹാപ്പി വിത്ത് ദ ഔട്ട്കം. ഓക്കെ, കേരളത്തിന്റെ പ്രകടനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് കരുൺ, ബേസിക്കലി ഒരു ഒപ്പോണന്റ് എന്ന നിലയിൽ? ലൈക്ക് ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഫൈനലി എത്തണമെങ്കിൽ അവർ നല്ലതായിട്ട് കളിച്ചാലേ എത്താനൊക്കത്തുള്ളൂ. ആൻഡ് ടീം പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും ഒന്നിച്ച് കളിച്ചു, ടീമായിട്ട് കളിച്ചു. എല്ലാവരും വേറെ വേറെ സിറ്റുവേഷനിൽ നല്ലതായിട്ട് കളിച്ച് വെളി വന്നു. ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ അവർ ജയിപ്പിച്ചു. സോ അങ്ങനെ കളിച്ചാലേ ടൂർണമെന്റിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ ചെല്ലാനൊക്കത്തുള്ളൂ. സോ really big congratulations to Kerala Cricket Association, and I hope that every year they keep improving. ലാസ്റ്റ് ചോദ്യം, കേരളത്തിന് വേണ്ടി എന്ത് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നവരെ? അതെനിക്കിപ്പോ പറയാൻ ഒക്കത്തില്ല, എനിക്ക് ഭയങ്കര പാടാണ് പറയാൻ. ആൻഡ് ഫസ്റ്റ് ഇപ്പൊ ഞാൻ എനിക്കൊരു അഞ്ചാറ് ദിവസം ബ്രേക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് IPL പോയി കളിക്കണം നല്ലതായിട്ട് ആലോചിക്കാം. Okay, thank you so much, man. Thank you so much, and you're having a wonderful year. Okay.